എന്ന് മാത്രമല്ല ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകത കൂടി. അതെന്താ വെച്ചാൽ ഈ വിമത വൈദികർ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. അതായത് സീറോ മലബാർ സഭയ്ക്കകത്തുള്ള 2 ചേരികളുണ്ടല്ലോ. അതായത് അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് കുർബാന ചെല്ലുന്നവരും പുറംതിരിഞ്ഞ് കുർബാന ചെല്ലുന്നവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ ആ ഒരു പ്രധാന വേദി കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അതിൻ്റെ വരുമാനമൊക്കെ വരുന്നത് ഈ പള്ളിയിൽ നിന്നാണ്. ഇതിനേക്കാളും വരുമാനമുള്ള മറ്റൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മലയാറ്റൂർ പള്ളി മാത്രമേ ഉള്ളൂ. അവിടെ സീസണലാണ്. ഇതുപോലെ വർഷത്തിൽ 365 ദിവസവും ഇല്ല. ഞാനിപ്പോൾ എടപ്പള്ളി പെരുന്നാളിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് നടത്തുന്നത് നിങ്ങൾ വിചാരിക്കും. പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ കാസർഗോഡ് തൊട്ട് പാറശാല വരെ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് എന്നറിയാൻ വേണ്ടി പറഞ്ഞാണ്. മെയ് 4 പണ്ട് മുതലുള്ള പ്രാധാന്യം ഇതാണ് എടപ്പള്ളി പെരുന്നാൾ. പക്ഷേ ഇത്തവണത്തെ പ്രാധാന്യം വേറെ ഒന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇന്നേ ദിവസം ആരംഭിക്കുകയാണ്. അത് രാവിലെ 8 മണിക്ക് ആരംഭിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രെൻഡ് വ്യക്തമാകും. ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം മിക്കവാറും നടക്കും. പിന്നെ വല്ല യന്ത്രത്തിൽ കേടുവന്നോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നീണ്ടുപോകും. ഏതായാലും എണ്ണി അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ റിസൾട്ട് ഏതാണ്ട് ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്കറിയാം.